ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ പറയാണ്, അല്ല ചീരു ചേച്ചിയുടെ വിഷയത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് വിനയേട്ടൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ നീ അറിഞ്ഞു എന്നുള്ള ചോദ്യമായി. അത് കേട്ട് ദയ പറയാണ്, എൻ്റെ വിഷയത്തിൽ വിനയേട്ടനും ശബരിയേട്ടനും നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ, ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ അനുപമ പെട്ടെന്ന് അവിടെ ഒരു സംശയം വരണ്ട എന്ന രീതിക്ക് അനുഭവം പറയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് മുമ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വന്ന് പറഞ്ഞു നാളെ ഡിസ്ചാർജ്. എന്താ ഈ പറയുന്നത്, നാളെ ഡിസ്ചാർജ് ഒന്നും? അതെ, നാളെ ഡിസ്ചാർജ് ഉണ്ട്. എന്നാൽ വിനയേട്ടൻ്റെ മുഖത്ത് ആ ടെൻഷനൊന്നും മാറിയില്ലെന്ന് ഈ ചിരി ചേച്ചി എന്താ പറയുന്നത് എന്നിങ്ങനെ ദയ പറഞ്ഞോടുന്നത് അത് ഇവളുടെ തോന്നലാണ് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ അത് അവസാനിപ്പിക്കാനായിട്ടാ. പക്ഷേ ചിരുവിൻ്റെ മുഖത്ത് അതുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട്, ഇനി ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പഞ്ചരത്നത്തിലോട്ടാണ്, കാരണം എൻ്റെ മക്കൾ അവിടെയല്ലേ, അവിടോട്ടല്ലേ ഞാൻ പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വിനയേട്ടൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, വിനയേട്ടൻ കൊണ്ടുപോകുന്നു ഇങ്ങോട്ടാണെന്ന് പറഞ്ഞല്ലോ എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും അമ്പിളിയെ രഘുനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പിളി ഇങ്ങനെ സരോജിനിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സരോജിനിയോട് ചോദിക്കുകയാണ്, രഘുവേട്ടനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘു പുറത്ത് ആളുകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്തായി ബാക്ക് വശത്തെ പണി? ഇനിയും ഉണ്ട്, മഴ പെയ്യും, ഒത്തിരി വെള്ളം അകത്തോട്ട് കയറിയിട്ടുണ്ട്, അവിടെ ശരിയാക്കാണ്ട് ആശാരിമാരെ ഇനി അവിടെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പിളി പറയണേ, 3 കുഞ്ഞുങ്ങളെയും വെച്ച് വണ്ടിയിൽ യാത്ര ചെയ്തത് കൊണ്ട് തന്നെ തണ്ടലിന് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് ചേച്ചിയെ സഹായിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അത് കുഴപ്പമില്ല അമ്പിളി, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി അറിയാം, മോള് പോയിട്ട് മോളെ പണി നോക്കിക്കോ എന്ന് പറയാനിട്ട്. പിന്നീട് രഘുവിനെയാണ് കാണിക്കുന്നത്. ആശാരിമാരിങ്ങനെ ശമ്പളം ചോദിക്കുകയാണ്. അപ്പോൾ 4500 രൂപ എന്നൊക്കെ പറയുന്നത് കൂടുതലല്ലേ എന്നൊക്കെ രഘു അവരോട് പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ ശമ്പളമാണ് ചോദിച്ചു, ശരിക്ക് കൂലിയുണ്ടല്ലോ എന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ അമ്മനോട് വിവരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ അയച്ചുതരാം. ഇന്ന് തന്നെ അയക്കുമോ? അതെ, ഇന്ന് തന്നെ അയച്ചുതരാം, അച്ഛൻ അയച്ചോളൂ, ആനന്ദമാഷ അയക്കുമെന്ന് പറഞ്ഞ് അയച്ചിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് രഘു അകത്തോട്ട് കയറി വരികയാണ്. അങ്ങനെ അകത്ത് വന്നിട്ട് രഘു പറയണേ, എൻ്റെ കയ്യിൽ 3500 ഉണ്ടായിരുന്നുള്ളൂ, ബംഗാളിക്ക് ഇത്ര പൈസ കൊടുത്തു, അവർക്ക് ഇത്ര പൈസ കൊടുത്തു, പക്ഷേ ആശാരിക്ക് പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോഴാണ് സരോജിനി ഇവർക്കുള്ള ചായയുമായി വന്നിട്ട് എന്നാ മക്കളെ കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അച്ഛൻ പറഞ്ഞ ഓരോ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒന്നെങ്കിൽ അച്ഛനോട് പണം ചോദിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ വാലാട്ടിയായി നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യണം, നിങ്ങൾ അച്ഛൻ്റെ ശമ്പളം കൈപ്പറ്റണം എന്ന് പറയാൻ കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ ഓരോ പ്രവൃത്തി. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ സരോജിനി പറയണേ, എന്തിനാ മക്കളെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, ഉള്ളതുപോലെ പറയണല്ലോ. അപ്പോഴേക്കും സരോജിനി അകത്തോട്ട് കയറി പോവാനിട്ടാ. ഈ സമയം രഘു പറയണ, മദ്യമ്പളി നീ നിൻ്റെ അച്ഛനെ കുറിച്ചാണ് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, പിന്നെ ഞാൻ എന്ത് പറയണം? അച്ഛനെ നോക്കി നടത്താൻ അറിയാം, എല്ലാ കാര്യങ്ങളും അച്ഛൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോൾ മാത്രം അച്ഛൻ ചെയ്യുന്നില്ല. രഘുവായിട്ട് നയിച്ച് ചോര നീരാക്കിയ പൈസയല്ലേ ഇപ്പോൾ എടുത്ത് ഈ വീടിന് വേണ്ടി ചിലവാക്കിയത്, എന്നാൽ അച്ഛന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ശ്രദ്ധയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ സരോജിനി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ സരോജിനി വന്നിട്ട് പറയണേ, മക്കളെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, പിന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞില്ല എന്നിങ്ങനെ പറയണ്ട. കണ്ടോ, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, എത്രയാണ് കറണ്ട് ബില്ല്? 3500 രൂപയാണ്, ഇത് കുറച്ച് കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന അമ്പിളിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, കറണ്ട് ബില്ല് പോലും കറക്റ്റിന് അടച്ചിരുന്ന അച്ഛനാണ്, എന്നാൽ ഇപ്പം അച്ഛൻ ചെയ്തിരിക്കുന്നത് എന്താണ്? കറണ്ട് ബില്ല് പോലും മറന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനും നിങ്ങളുമാണല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ അധികം നിൽക്കുന്നത്, ആ ഒരൊറ്റ ഇതോട് കൊണ്ടാണ് അച്ഛൻ ഇത് ചെയ്യാത്തത്. എടി നീ നിൻ്റെ അച്ഛനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിനെ ചിന്തിക്ക്. അച്ഛനെ കുറിച്ച് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഒന്നെങ്കിൽ അച്ഛൻ്റെ വാലാട്ടിയായി നടക്കുമ്പോൾ അച്ഛൻ്റെ സേവ ചെയ്ത് നടക്കുകയാണെങ്കിൽ അച്ഛനിൽ നിന്ന് പണം കൈപ്പറ്റണം, അതല്ലെങ്കിൽ നിങ്ങൾ നയിച്ച ശമ്പളം ഈ കുടുംബത്തിന് വേണ്ടി ചിലവാക്കരുത്. എടി ഇത് നമ്മുടെ കുടുംബമല്ല, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ലക്ഷ്മി മോളും ഞാനും നിങ്ങളുമാണ്, അല്ലാതെ മറ്റെല്ലാവരെയും നോക്കുന്ന കുടുംബമല്ല. അച്ഛൻ എല്ലാത്തിനും പണം കണ്ടെത്താണെങ്കിൽ ഇതിനെന്താ അച്ഛൻ പണം കണ്ടെത്താത്ത? ഇത്രയും തോനെ പണിയുണ്ടെന്ന് അച്ഛനിവിടെ നന്നായി അറിഞ്ഞിട്ടും അച്ഛൻ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുമ്പോൾ പൈസ തരാതിരുന്നത്? അതിന് അമ്മാവനെ അറിയില്ലായിരിക്കും. അത് കേൾക്കുന്ന സരോജിനി പറയാണ്, എല്ലാം അറിയാം, മാഷിനോട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇങ്ങനെ അമ്പിളി പറയാണ്, വാലാട്ടിയായി നടക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛനെ കുറ്റം പറയേണ്ടി വന്നത്, നിങ്ങളൊരൊറ്റ മനുഷ്യൻ, നിങ്ങൾ ഒന്നെങ്കിൽ പണം കൈപ്പറ്റുക, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പണം ചോദിക്കുക. എന്തായാലും എൻ്റെ അച്ഛൻ്റെ മുന്നേ നിങ്ങൾ ഇങ്ങനെ പണം ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിച്ച് രഘു ഒരൊറ്റ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. നീ എന്നെ ഭരിക്കാൻ നോക്കണ്ട, ഞാൻ നിൻ്റെ ഭർത്താവാണ്, അല്ലാതെ നീ എൻ്റെതല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഞാൻ പറയുന്നത് പോലെ ഇനി അങ്ങ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മതി എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആ അടി കൊടുക്കുന്നത്. അങ്ങനെ ഈ അടി കിട്ടുമ്പോൾ അമ്പിളി അങ്ങനെ പിന്നോട്ട് പോകില്ല, നിങ്ങൾ അമ്പിളിയാണ് അടിച്ചത്, അമ്പിളി അങ്ങനെ വെറുതെ വിടാൻ ഇത് തീരുമാനിച്ചിട്ടില്ല എന്ന് അമ്പിളിക്ക് വീറും വാശിയോടുകൂടി അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം സരോജിനി കേട്ടു എന്ന് അമ്പിളിക്ക് മനസ്സിലായി കേട്ടോ.
പിന്നീട് ഇന്ദ്രനെയാണ്. ഇരുട്ടായിട്ടും ഇന്ദ്രനെ കാണുന്നില്ല. ഉച്ചയ്ക്ക് ചോറുണ്ണാനും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുശീല മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയം സോന നിലവിളക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഇന്ദ്രൻ കയറി വരുന്നത്. ഇന്ദ്രനെ കണ്ട ഉടൻ തന്നെ സുശീല പിറകെ വരുന്നു. എന്നാൽ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ആ നിലവിളക്കിൽ തൊട്ട് നമിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു ഭക്തിമാർഗം വല്ലാതെ അങ്ങ് അടങ്ങിയിരിക്കുകയാണ് ഇന്ദ്രൻ. ഈ സമയം സുശീല വന്നിട്ട്, എന്താടാ നീ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നത്? അമ്മയെ കണ്ട് മുഖം തിരിയാതെ പോകുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താന്ന് ഉച്ചക്ക് ചോറുന്നാൻ വരാൻ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോനൊന്നും മിണ്ടാതെ ആ നിലവിളക്ക് എടുത്തങ്ങ് പോകുന്നുണ്ട്. ഈ സമയം ഒന്നുമില്ല അമ്മേ, ഞാനിന്ന് ഉച്ചക്ക് വക്കീലിനെ കാണാൻ വേണ്ടി പോയതാണ്. എന്തിനാ വക്കീലിനെ കാണുന്നത്? അനുപമ എനിക്ക് ഡിവേഴ്സ് നോട്ടീസ് അയച്ചത് അമ്മക്കറിയില്ലേ? ആ ഡിവേഴ്സ് നോട്ടീസ് അയച്ചപ്പോൾ അതിന് ഞാനൊരു അനുകൂലമായ ഒരു മറുപടിയും കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാ നീ അനുകൂലത്തിനും പ്രതികൂലത്തിനൊക്കെ പോകുന്നത്? അതെ, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നല്ല. അനുപമ ഡിവേഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു മറുപടി കൊടുക്കണം. അല്ലായിരുന്നെങ്കിൽ ഞാൻ അനുപമയെ ഡിവേഴ്സ് ചെയ്യാൻ കാത്തിരുന്നത് പോലെ ആയിരുന്നില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സുശീല പറയണേ, കേടാ അവൾ അയക്കുന്നത് മുന്നേ ശരിക്കും നീ ആയിരുന്നു അയക്കേണ്ടിയിരുന്നത്. ഇവിടെ തെറ്റ് പറ്റിയത് നിൻ്റെ അടുത്താണ്. അവളെപ്പോലെ ഒരു പെണ്ണിനെ നിനക്ക് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും നടക്കില്ല. എന്താടാ, നിനക്കൊരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഈ ഡിവേഴ്സിൽ ലെറ്റർ ഒപ്പിട്ടെങ്കിലല്ലേ, ഡിവേഴ്സ് നോട്ടീസ് അയച്ച് തിരിച്ച് അവൾക്കൊരു ഡിവേഴ്സ് കൊടുത്തെങ്കിലല്ലേ എനിക്കൊരു ജീവിതം കിട്ടത്തുള്ളൂ. അത് കേൾക്കുന്ന സുശീലയോട് ഇന്ദ്രൻ പറയാണ്, എനിക്കിനി ഒരു ജീവിതം വേണ്ട. ഒരു ജീവിതം കിട്ടി അതിനോടുകൂടി ജീവിതം തന്നെ മടുത്തവനാണ്. ഇനി ജീവിതം എനിക്കൂല അനുപമക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുപമക്ക് ഞാൻ ഡിവേഴ്സ് കൊടുക്കില്ല എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന സുശീല, പിന്നെ നിനക്കൊരു ജീവിതം വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയട്ടോ. അല്ല, നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ? ചെറുതായി ഒന്ന് മദ്യപിച്ചു. കാരണം ചില സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കാതിരിക്കാൻ കഴിയില്ല. അല്ല എങ്കിൽ ഞാനല്ലാതായി മാറുമെന്ന് പറയുമ്പോൾ, എന്ത് സത്യങ്ങളാണ് നീ അറിഞ്ഞത്? എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ. അതെ, അമ്മ ഹർഷയുമായി ഉള്ള വഴക്കിനിടയിൽ, അനുപമയുമായുള്ള വഴക്കിനിടയിൽ അമ്മ അനുപമയുടെ അടുത്ത് ചെന്നിട്ട് മുഖം വെച്ച് കൊടുത്തതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര, ഇതെങ്ങനെ ഇവനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ ആകെ മിഴിച്ചു നിൽക്കണം കേട്ടോ. ചെയ്ത് തെറ്റല്ലാതാവില്ല അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ തൻ്റെ മകൻ തനിക്കെതിരെ തിരിയുന്നത് കാണണം കേട്ടോ. ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് സുശീല അവിടെ ഇങ്ങനെ ഒരു തരം പരിങ്ങി കൊണ്ട് ചോദിക്കുകയാണ്. ഇത് ഞാൻ എല്ലാം അറിഞ്ഞു. ആ വിനയൻ അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ആ വിനയൻ എനിക്ക് തെളിവ് സഹിതം, എന്താ തെളിവ്? അവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണിച്ചു തന്നു. അത് കേൾക്കുന്ന സുശീല കുറച്ചൊന്ന് പരിങ്ങിയിട്ട് പിന്നീട് വീണോടം കിടന്ന് ഉരുളാതെ തന്നെ താൻ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. സുശീല ഉടൻ തന്നെ പറയണേ, എടേ ഇന്ദ്ര, ആ വിനയൻ ഇത്രയും നാളും ആ വീഡിയോ നിനക്ക് കാണിച്ചു തന്നില്ല. അതെന്തുകൊണ്ട് എന്ന് നീ ചിന്തിക്ക്. അവൻ കള്ളനാണ്. സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ വീഡിയോ വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയവനല്ല. അവൻ അതും ചെയ്യും, അതിലപ്പുറം ചെയ്യും. അതുപോലെ ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ഭാര്യയുടെ ഗർഭം കലക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ നിന്നെ സമീപിച്ചിരിക്കുകയാണ്. അത് നീ മനസ്സിലാക്കിയാൽ നന്ദി എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഇന്ദ്രനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ. വിനയൻ തന്നോട് പറഞ്ഞ കാര്യം, തൻ്റെ ഭാര്യയുടെ വയറ്റിൽ പെൺകുഞ്ഞാണ്, തനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ ആ കാര്യം കേട്ടോ. അപ്പോൾ ഇത് തൻ്റെ അമ്മ പറയുന്നത് സത്യമാണെന്ന് തോന്നിപ്പോവാണ്. ഈ സമയം സുശീല ഇന്ദ്രനെ ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ സുശീല ചോദിക്കുകയാണ്, എന്താണ് നീ ആലോചിക്കുന്നത്? അത് അമ്മ പറഞ്ഞത് കാര്യമാണ്. അവനിപ്പോൾ ആ കുഞ്ഞിനെ വേണ്ടെന്ന് പറയുന്നത് അത് പെൺകുഞ്ഞാണെന്ന് അവനോട് ഡോക്ടർ പറഞ്ഞു ഇത്ര, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായടാ, ആ വട്ടം വിനയം, ആ വളവും വിരുതും മാത്രം മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നടക്കുന്ന അവനെ പോലെ വഷളനെയാണോ നീ കൂട്ടുപിടിച്ചിരിക്കുന്നത്? അവനെ പോലെ വഷളനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ നിനക്കൊന്നും കിട്ടില്ല. എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് നിൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല. കാരണം ആ വീഡിയോ എൻ്റെ കയ്യിൽ വെക്കും തോറും ഞാൻ അമ്മയെ വെറുത്തും കൊണ്ടിരിക്കും. പിന്നെ ഈ ലോകത്ത് എനിക്ക് ആരും തന്നെ ഇല്ലാതാവും എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം. അവൻ അങ്ങനത്തവനാണ്. എന്തായാലും അവനെ കൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയിപ്പിക്കും. ആ സീന് ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്നും സുശീല പൊട്ടിത്തെറിച്ചും കൊണ്ട് പറയാൻ കേട്ടോ. ഈ സമയം സുശീലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ഇങ്ങനെ കുടിച്ചിട്ട് ഒരുപാട് വെള്ളം കുടിക്കുകയാണ്. അപ്പോഴേക്കും ലംബോദരൻ ലതികയും ചോദിക്കുകയാണ്, എന്തിനാണ് നീ കുടിച്ചത്? അതിന് മാത്രം എന്ത് ടെൻഷനാണ്? ചിരുവിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും പ്രശ്നങ്ങളിലോട്ട് വഴുതി മാറുന്നത് എങ്ങനെ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ചിരുവിന് കുഴപ്പമുണ്ട്. ചിരു പ്രസവം കഴിയുന്നത് വരെ കുഴപ്പം തന്നെ. എനിക്ക് എത്രയും ടെൻഷനാണ്. എടാ, നീ ഒരു കാര്യം ചിന്തിക്കണമെന്ന് പറഞ്ഞ് ലതിക അങ്ങ് ചൂടാവുകയാണ്. സ്വന്തം മകളാണ് ആ മാഷിൻ്റെ. ആ മകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീട്ടുകാർക്കില്ലാത്ത സങ്കടം നിനക്കെന്തിനാണ്? നിൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയോ എന്നുള്ള അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ, എനിക്ക് തന്നെയാണ് സങ്കടം. ആ കുഞ്ഞുങ്ങൾക്ക് സങ്കടമില്ല, അപ്പോൾ അവളുടെ അച്ഛന് സങ്കടമില്ല, അവളുടെ അനിയത്തിമാർക്ക് സങ്കടമില്ല, ഏട്ടത്തിക്ക് സങ്കടമില്ലേ, അവളുടെ വേണ്ടപ്പെട്ട എത്ര പേരുണ്ട്, അവർക്ക് ആർക്കും ഇല്ലാത്ത സങ്കടം നിനക്ക് എന്തിനാ? അവരെല്ലാം ഒന്നിച്ചു പറയുന്ന ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്നതുള്ളത്? നിനക്ക് നിൻ്റെ പണി നോക്കിക്കോട്ടെ. എനിക്ക് സങ്കടമുണ്ട് അമ്മേ. അവൾ പ്രസവിക്കുന്നത് വരെ എനിക്ക് സങ്കടം തന്നെ. അവൾ പ്രസവിക്കുന്നത് വരെ എൻ്റെ സ്വസ്ഥതയും സമാധാനവും പോവും. അത് കേൾക്കുന്ന
ലംബോദരൻ പറയാണ് എടി ഇവളിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരും ഇതൊന്നല്ല, ഇവന് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഉടൻ തന്നെ നിന്നോട് ഡോക്ടർ അങ്ങനെ പറയാത്ത കാര്യം എന്തിനാടാ നീ ഇല്ലാതെ ഉണ്ടാക്കി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ലെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ അത് തിരിച്ചു പറയുന്നു, അത് എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഡോക്ടർ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേട്ടോടെ തന്നെ എന്ത് കാര്യമെന്ന് പറയണം കേട്ടോ. അതായത് ഇനി ചീരി പ്രസവിക്കുന്ന മൂന്നാമതും ഒരു പെൺകുഞ്ഞായിരിക്കും എന്നൊരു സൂചന ഡോക്ടർ എന്നെ പറയാതെ പറഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ലംബോദരൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ, ഒരു ഡോക്ടറും ഒരു കുട്ടിയുടെ ജന്മരഹസ്യം ആരോടും തന്നെ പറയില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ തെറ്റാണെന്ന് അറിയുന്നതല്ല, പിന്നെ എന്തിനാണ് വിനയ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ പോയ നിന്നെ ആദ്യം പിടിച്ചടിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ ആൺകുഞ്ഞാണെങ്കിലും ആ ഡോക്ടർ എന്നോട് പറയായിരുന്നു, പെൺകുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ആ ഡോക്ടർ എന്നോട് പറയാതിരുന്നത്. അത് കേൾക്കുന്ന ലംബോദരൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എടി നിന്റെ മകൻ ഒരിക്കലും നേരായിട്ടില്ല, നിന്റെ മകൻ നല്ലൊരു ജീവിതമാണ് തകർക്കുന്നത്, എല്ലാം ക്ഷമിച്ചും സഹിച്ചും ചീരു ഇവൻ്റെ കൂടെ ജീവിക്കാൻ വന്നപ്പോൾ ഇവൻ കാണിച്ചതെന്താ. അപ്പോഴേക്കും വിനയം പറയാണ്, ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ നല്ലൊരു മനുഷ്യനായത് തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാണ്, എൻ്റെ ഉള്ളിലെ എല്ലതും മാറ്റിയെടുത്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്നതും അതുകൊണ്ട് മാത്രമാണ്. അത് കേൾക്കുന്ന ലംബോദരൻ പറയുന്നത് ഇവൻ്റെ ഉള്ളിൽ ആ വിഷവിത്ത് പോയിട്ടില്ല, ഇവൻ്റെ ആ സംശയരോഗം ഒരിക്കലും പോയിട്ടില്ല, ഇവൻ നേരാകത്തില്ലടി, ഒരിക്കലും നേരാവത്തില്ല, സ്വന്തം കുഞ്ഞിൻ്റെ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ കൊല്ലാൻ നോക്കുന്ന ഇവനെ പോലെ നേരാവില്ല ലതികയെ, നിൻ്റെ മകൻ നേരാവില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.